Hi students, so welcome to the third part of English for Media Module 1. So today we are going to discuss about lead, types of lead, hourglass style, focus style, feature writing, book reviews, film reviews, magazine writing, billboards, nut graphs and proofreading. So already we have discussed a lot of things about headline. In headlines which have to be clear, succinct and if possible intriguing message to the interest of reader, who is usually a person whose eyes move swiftly down a page and stops when something catches his or her attention. And headline of a story is the short summary which introduces the story. So ഒരു പത്രം എടുത്തു കഴിഞ്ഞാൽ we have a headline. ഏറ്റവും ആദ്യം ആൾക്കാർ നോക്കുന്നത് headline ആണ്. Then moving to a particular news, we have the lead. Opening paragraph of a news story is called a lead, and it gives the readers the most important information in a clear, concise and interesting manner. It also establishes the voice and direction of an article. The type of story determines whether the lead will be hard or soft. സോ ഒരു ന്യൂസ് സ്റ്റോറി എടുക്കുമ്പോഴത്തേക്കും അതിൽ ആദ്യത്തെ പാരഗ്രാഫിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. ഈ പാർട്ടിൽ വളരെ ക്ലിയറായി, വളരെ കൺസൈസായി, ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലേ സ്റ്റോറി പ്രസൻറ്റ് ചെയ്യാവുള്ളൂ. വാട്ട് ഈസ് ഹാപ്പനിങ്, വെൻ, വെയർ, വിച്ച്, ഹൂ, എക്സെട്ര, വൺ, ഹെച്ച്, ഹൗ ഇറ്റ് ഷുഡ് ബി ആൻസേർഡ്. സോ എങ്ങോട്ടാണ് ഈ കഥയുടെ പോക്ക് എന്ന് വ്യക്തമായി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം ഈ ഫസ്റ്റ് പാർട്ടിൽ. Based on the story, we have two types of lead, hard lead and soft lead. And the hard lead tells the audience the vital details of the story immediately. It is usually used for breaking news. സോ ഒരു ഹാർഡ് ലീഡ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. ഈ ഹാർഡ് ലീഡ്സ് യൂഷ്വലി ബ്രേക്കിംഗ് ന്യൂസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ബ്രേക്കിംഗ് ന്യൂസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ മേ ബി എന്തെങ്കിലും ക്രൈം നടന്നതോ അതല്ല കൊറോണയുടെയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിന് വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസ് കൊടുക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. ഈ കൊറോണ ആദ്യമായിട്ട് ഒരാൾക്ക് കൊറോണ ബാധിച്ചെങ്കിൽ അതെവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെ സംഭവിച്ചു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. Next, we have a soft lead. It takes a more subtle approach. It alerts the audience to the news that is to follow. എന്താണ് ഇനി വരാൻ പോകുന്നത് എന്ന് പറയുന്നതാണ് സോഫ്റ്റ് ലീഡ്. ഇറ്റ് മേ നോട്ട് ബി ആസ് ഡ്രാമാറ്റിക് ആസ് ദ ഹാർഡ്, ജസ്റ്റ് വാമിങ്, സോഫ്റ്റ്, വളരെ മൈൽഡായിട്ട് രീതിയിൽ കാര്യങ്ങൾ പറയുന്നതാണ്. ജസ്റ്റ് ലൈക്ക് എ വാമിങ് അപ്പ്. But they do invite the audience to continue reading, and before writing a lead, decide which aspect of the story is most important. So lead എഴുതുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏത് ആസ്പെക്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹൂ, വാട്ട്, വെൻ, വെയർ, വൈ ഓർ ഹൗ. ആര്, എന്ത്, എങ്ങനെ, എവിടെ, എപ്പോൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് ഒരു ധാരണ ഉണ്ടാകണം. ദെൻ ട്രൈ ടു ഗീവ് ആൻസേഴ്സ് ടു ഓൾ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് മേ അറൈസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ റീഡേഴ്സ്. അതിനുശേഷം റീഡേഴ്സിൻ്റെ കാഴ്ചപ്പാടിലൂടെ അവർ ചോദിക്കുന്ന രീതിക്ക് അവരുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം എഴുതിയിരിക്കണം. ആൻഡ് ദെൻ സ്പെസിഫിസിറ്റി. That is the points to be kept in mind while writing a lead. First one is specificity. It tries to be as specific as possible. എത്രത്തോളം സ്പെസിഫിക് ആകാൻ പറ്റും, എത്രത്തോളം പോയിന്റ് ചെയ്യാൻ പറ്റുമോ അതിനെ അങ്ങനെ പറയുക. ബിക്കോസ് essentially summarizing the information, most leads try to be specific as possible. Then brevity. Readers want to know why a story is important and you have to tell them that in a few words as possible. എന്തുകൊണ്ട് ഈ സ്റ്റോറി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അവോയ്ഡ് അൺഇൻറ്റൻഷണൽ റെഡൻഡൻസി. ഗോ റൈറ്റ് ടു ദ ഹാർട്ട് ഓഫ് ദി സ്റ്റോറി. ചുമ്മാ ചപ്പ് ചവറ് പോലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ സ്റ്റോറിയിലേക്ക് എത്രയും വേഗം പോകുക. മെനി റൈറ്റേഴ്സ് മേക്ക് ദ മിസ്റ്റേക്ക് ഓഫ് ഓവർ യൂസിങ് adverbs and adjectives in their leads. പല റൈറ്റേഴ്സും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ലീഡിൽ ഒരുപാട് ആഡ്വേർബ്സുകളും അഡ്ജക്റ്റീവ്സും ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ പോകും, വിശേഷണങ്ങൾ. And concentrate instead on using strong verbs and nouns. The writer has to give the relevant details using less than 30 words and use active,
sentences. Strong verbs will make your lead lively and interesting. പാസീവ് കൺസ്ട്രക്ഷൻ ഓൺ ദ അതർ ഹാൻഡ് മേ സൗണ്ട് ഡൾ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്ന് പറയുന്ന രീതിക്ക് പറയുമ്പോഴത്തേക്കും അതിനൊരു താല്പര്യക്കുറവ് കാണും വായിക്കാൻ. Then honesty. A lead is an implicit promise to your readers. You must be able to convey all the details that you mentioned in your lead. വളരെ സത്യസന്ധമായ രീതിയിലായിരിക്കണം പറയേണ്ട കാര്യങ്ങൾ റീഡേഴ്സിനോട് പറയുന്നത്. Then we'll show you the important parts of a newspaper. We have the typeface, then the secondary lead, menu, headlines. The wait for justice was like having a corpse you can't bury. That's the headline. Main attraction ആണ്, അതാണ് ആദ്യം ഓഡിയൻസ് കാണുന്നത്. Then later we have the lead story, then columns, then the display ad. What are the types of lead? There are different types of lead. The first one is summary lead or digest lead. This is the most traditional lead in news writing. Straight news leads tend to provide answers to the most important 3 or 4 or the 5 W's and 1 H, decide what needs to be answered first and provide information accordingly. ഏത് കാര്യമാണ് ആദ്യം പറയേണ്ടത്? സാധാരണ പണ്ട് പോലെ കാണുന്ന ഒരു രീതിയാണ് ഈ ഡൈജസ്റ്റ് ലീഡ് അല്ലെങ്കിൽ സമ്മറി ലീഡ്. കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് പറയുന്നതാണ്. വിൽ ഷോ an example. 28 passengers and a crew of 4 were killed last night when an Air India flight to Dubai crashed immediately after takeoff from Delhi. ഹിയർ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് ലൈനിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് 28 പാസഞ്ചേഴ്സ് ആൻഡ് എ ക്രൂ ഓഫ് 4 were killed last night. 28 പാസഞ്ചേഴ്സിനും ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 4 മെമ്പേഴ്സിനും എന്താണ് സംഭവിച്ചത്? They were killed last night. And when an Air India flight to Dubai crashed immediately after takeoff from Delhi. എവിടെ, എങ്ങനെ, എപ്പോ, അതും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സമ്മറി ലീഡ്. ദെൻ വി ഹാവ് anecdotal or narrative lead. Sometimes beginning a story with a quick anecdote can capture the attention of the readers. The anecdote must be interesting and must closely illustrate the article's main point. Usually such anecdotal or narrative leads are used in features. ഫീച്ചറുകളിലാണ് യൂഷ്വലി അനക്ഡോട്ട് ലീഡ്സ് കാണാറുള്ളത്. ഒരു ഓർമ്മയോ ഒരു കുറിപ്പോ അങ്ങനെ ഒരു ഓർമ്മക്കുറിപ്പ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും സംഭവത്തോട് തുടങ്ങുന്ന ലീഡിനെയാണ് അനക്ഡോട്ടൽ ലീഡ് എന്ന് പറയുന്നത്. യൂഷ്വലി സച്ച് അനക്ഡോട്ടൽ ഓർ നറേറ്റീവ് ലീഡ്സ് ആർ യൂസ്ഡ് ഇൻ ഫീച്ചേഴ്സ്. ഇഫ് യു യൂസ് ദിസ് അപ്രോച്ച്, സ്പെസിഫിസിറ്റി ആൻഡ് കോൺക്രീറ്റ് ഡീറ്റെയിൽസ് ആർ എസെൻഷ്യൽ ആൻഡ് ദ ബ്രോഡർ സിഗ്നിഫിക്കൻസ് ഓഫ് ദ അനക്ഡോട്ട് should be clarified in the first few sentences that follow the lead. സോ ആ ലീഡിന് ശേഷമുള്ള 1-2 ലൈൻസിൽ തന്നെ കൃത്യമായി എല്ലാം പറഞ്ഞിരിക്കണം. അഞ്ജു vividly remembered the day her father sold her. First line is this. അഞ്ജു തൻ്റെ അച്ഛൻ അവളെ വിറ്റ ആ ദിവസം ഇപ്പോഴും ഓർക്കുന്നു. She was 13. It was during the rainy season of 1999. 2 men came to her village in the eastern hills of Nepal. They said they would give her work in Kathmandu, but she was trafficked across the border to India, where she was forced to work as a prostitute in the red lights district of Mumbai for 4 years. ഇവിടെ അഞ്ജു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആ ദിവസം അതിനെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് ലൈൻസിൽ തൻ്റെ അച്ഛൻ തന്നെ വിറ്റത് ഇപ്പോഴും താൻ ഓർക്കുന്നു. പിന്നെ ഒരു നറേഷൻ പോലെ അങ്ങോട്ട് പോവുകയാണ്. And third type is question lead. This can be useful in grabbing attention, but editors usually prefer this lead as it is not as effective as other types of leads in providing the main point of a story. In this case, the second paragraph must carry a lot of the weight that would normally be handled in the lead. The question lead features a pertinent query that arouses the reader's curiosity and makes them want to go on reading for the answers. Make sure the questions is rhetorical and cannot be answered with a straight no or yes. ഒരു ചോദ്യത്തോടു കൂടി ഓഡിയൻസിൻ്റെ അറ്റൻഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു ലീഡാണ് ക്വസ്റ്റ്യൻ ലീഡ്. For example, are you tired of hormones as cultural myth, as shorthand for swagger and machismo?
ferocity and obnoxiousness, the bearskin beneath the three-piece suit. നിങ്ങൾക്കിപ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ അസ്വസ്ഥരാണോ, ഇതൊക്കെയല്ലേ നിങ്ങളുടെ അസ്വസ്ഥത, ഇതിന് കാരണങ്ങൾ ഇതൊക്കെയല്ലേ എന്ന് പറഞ്ഞ ഇത്തരത്തിൽ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ഓഡിയൻസിന്റെ അറ്റൻഷൻ ഇൻവൈറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് ഓരോന്ന് ആ ഒരു പാരഗ്രാഫ് വായിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ലീഡിനെയാണ് ക്വസ്റ്റ്യൻ ലീഡ് എന്ന് പറയുന്നത്. And then the fourth one is the contrast lead. This highlights conflicts or difference. It is used for stories about disagreements or unusual circumstances. ഒരു കോൺട്രാസ്റ്റ് ആണ്. കോൺട്രാസ്റ്റ് മീൻസ് കോൺഫ്ലിക്ട്സ് ഓർ ഡിഫറൻസ്, വ്യത്യാസങ്ങൾ, രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്ത് പറയുന്നതാണ് കോൺട്രാസ്റ്റ് ലീഡ്. ഫോർ എക്സാമ്പിൾ, ബോസ്റ്റൺ വിൽ നെവർ ബി ദ സെയിം. This is a place, after all, where terrorists don't venture, but Monday changed everything. Two powerful bombs explode near the finish line of the Boston Marathon on Monday afternoon, killing 3 people, including an 8-year-old child, and injuring more than 100, as one of the city's most cherished rites of spring was transformed from a scene of cheers and sweetie triumph to one of screams and carnage. This is a news piece appeared in New York Times. So Boston will never be the same. Boston ഒരിക്കലും പഴയ പോലെ ആകില്ല. അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ആകില്ല, ആ ഒരു കമ്പാരിസൺ പോലെ ഇനി ഒരിക്കലും പഴയ പോലെ ആകില്ല. സോ പഴയ കാലവും ഇപ്പോഴത്തെ കാലവും ആ ഒരു വ്യത്യാസത്തെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. The fifth one is teaser lead. It teases the imagination or withholds information to provokes the reader's curiosity. ഒരു ഇമാജിനേഷൻ, ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കിയെടുത്ത് റീഡേഴ്സിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഓൺ വെനസ്ഡേ ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി had a hard time at the immigration office at Yellow Gate Police Station to get his passport stamped. He tried convincing them about Sagar Parikrama 2 and going around the world in a boat alone. He told them. So imagination, I am going around the world in a boat alone. ഒറ്റയ്ക്ക് ഈ ലോകം മുഴുവൻ ഞാനൊരു ബോട്ടിൽ പോകാൻ പോകുന്നു. ഇതാണ് ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി പറഞ്ഞത്. സോ നമ്മൾ ആ ഒറ്റയ്ക്കൊരു ബോട്ടിൽ പോകുന്ന സീനെല്ലാം ഇമാജിൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അതങ്ങോട്ട് ബാക്കി വായിക്കാൻ ശ്രമിക്കും. The sixth one is quotation lead. The quotation must be directly related to the topic. Be sure to put it within quotation marks and give credit to the people who said it. ഒരാൾ പറഞ്ഞ വാക്കുകളിൽ നിന്നും തുടങ്ങുന്നത്. For example, no difference with JDU, said Jaitley after the party meeting held today in Delhi. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിനെ കൗട്സിൽ കൊടുത്തതിന് ശേഷം സെറ്റ് ജെയ്റ്റ്ലി ആഫ്റ്റർ ദ പാർട്ടി മീറ്റിംഗ്. ഇങ്ങനെ പോകുന്ന ടൈപ്പ് ഓഫ് ലീഡിനാണ് കൊട്ടേഷൻ ലീഡ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടൈപ്സ് ഓഫ് ലീഡ്. Is an example of a newspaper where we have the headline then followed by a byline. ഈ byline എന്ന് പറയുന്നത് ഇതിനകത്ത് എഴുതിയ ആളുടെ മേ ബി എഡിറ്ററുടെ നെയിം ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരായിരിക്കാം, അത് പറഞ്ഞിരിക്കുന്നു. then followed by the lead paragraph. then we have explanation paragraph explaining what's happening in the lead. first paragraphന്റെ ഒരു ഫോളോ അപ്പ് പോലെ ആയിരിക്കും. the last one is the additional information. The hourglass style. This hourglass write-up has 3 distinct parts. The first part covers the broad news upfront with all the information. Typically, this could be used to portray a current situation or the significance of an issue. The second part forms a flexible bridge which connects the broad news background to the focused discussion. This transition is best used to portray the research methods and results. The third part is a narrative part, a chronology of events or the detailed step of a process or implementation. This part is best utilized for matching results with any hypothesis and predicting implications or suggesting future recommendation. So ഒരു ന്യൂസ് സ്റ്റോറി കഴിവതും ന്യൂസ് സ്റ്റോറീസിലല്ല, അല്ലാത്ത ആർട്ടിക്കിൾസ് മാഗസിൻസിലൊക്കെയാണ് ഈ അവർ ഗ്ലാസ് സ്റ്റൈൽ നമ്മൾ എഴുതുന്നത്.
And third one is the focus style. The focus style uses storytelling technique and starts a story with a lead that focuses on a specific individual, situation or anecdote and uses that to illustrate a larger problem. The focus style article concludes with a kicker that reconnects the story to the original anecdote. So ഒരു ഫോക്കസ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെർട്ടിക്കുലർ ഐഡിയ, ഒരു ഫോക്കസ് കാണും. മേ ബി ഒരു വ്യക്തിയിലായിരിക്കാം, അതല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, അതുമല്ലെങ്കിൽ ഒരു കോട്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവത്തിലായിരിക്കാം. മേ ബി ഇറ്റ് ഇല്ലുസ്ട്രേറ്റ്സ് എ ലാർജ് പ്രോബ്ലം. ഒരു നല്ല ഒരു കിക്ക് കമൻറ്റോട് കൂടിയേറ്റ് എൻഡ് ചെയ്യുള്ളൂ. And moving on to the feature writing. A feature story is different from a news story in one respect, its intent. A feature is longer than an ordinary news story. ഒരു സാധാരണ ന്യൂസ് സ്റ്റോറിയെക്കാളും കുറച്ചും കൂടെ ലെങ്ത് ഒരു ഫീച്ചർ റൈറ്റിങ്ങിന് കാണും. എ ഫീച്ചർ ടേക്സ് ആൻ ഇൻഡെപ്ത് ലുക്ക് അറ്റ് വാട്ട് ഹാപ്പൻസ് ബിഹൈൻഡ് ദ സീൻസ്. ഓരോ സീനിനും പുറകിൽ എന്താണ് നടക്കുന്നതെന്ന് വളരെ ഡീറ്റെയിൽ ആയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് എഴുതും. And it tries to explain how and why a particular trend developed. A feature may be written based on the profile of a person or a group. It adopts a particular angle and explores a story from that angle. Sometimes you will need to write conforming to a particular brief. The first step to write a feature is research. The writer must gather information from a variety of sources. നന്നായി ഒരു തറവ് റിസർച്ച് നടത്തിയിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. And how is the structure of a feature writing? A catchy, clever, attention-grabbing and visually interesting headline. ആരെയും ആകർഷിക്കുന്ന ഒരു സ്ട്രൈക്കിംഗ് ഹെഡ്ലൈൻ. Then the introduction, which is the one of the most important part, which grabs the attention of your reader. Hook them in. Use drama, emotion, quotations, rhetorical questions, description, allusion, alliteration and metaphors. And the second part is the body part of the article, which needs to stick to the ideas or answer any questions arised in the introduction. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ റൈസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പിന്നീട് ആൻസർ ചെയ്ത് ബോഡി പാർട്ടിലേക്ക് പോകുന്നത്. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ദ കൺക്ലൂഷൻ should be written to help the reader remember the article. Use a strong punchline. നമ്മൾ ഈ എടുത്ത ആർട്ടിക്കിളിൻ്റെ ഒരു കൺക്ലൂഷനാണ് എഴുതേണ്ടത്. ആൻഡ് ഹിയർ വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പഞ്ച് ലൈനോട് കൂടി മാത്രമേ എൻഡ് ചെയ്യാവുള്ളൂ. Points to keep in mind while writing features. ഫോക്കസ് ഓൺ ഹ്യൂമൻ ഇൻട്രസ്റ്റ്. എല്ലാ ആൾക്കാർക്കും ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി എഴുതാൻ ശ്രമിക്കുക. ആൻഡ് ബി ക്ലിയർ what you are saying, what you are explaining. Then accuracy is very important. Keep your audience clearly in mind. ആരാണോ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്? Is it based on the students or elders or old age people? And so this age, we should always keep our audience in our mind, and our writing should be based on that, our language. Next topic is book reviews. Newspapers usually have a panel of specialists who write book reviews for them. The reviewer must have an in-depth knowledge of the subject and should be able to assess the book in terms of its impact on the reader. The purpose of a review is to give an account of the book and offer a reasoned opinion about its qualities. The main task of the writer is to report on the content, the approach and the scope of the work for the benefit of the readers. The book review should contain a brief description of the book and a short account of the author. The reviewer tells the reader whether a book is worth reading or not. Since the reviewer has the power to affect the sales of the book, the review should be unbiased. ഒരു ബുക്കിൻ്റെ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ആ ബുക്ക് വാങ്ങിക്കണോ വേണ്ടിയോ എന്ന് പല ആൾക്കാരും തീരുമാനിക്കുന്നത്. സോ എഴുതുന്ന റിവ്യൂ വളരെയധികം ശ്രദ്ധിച്ച് അൺബയസ്ഡ് ആയിരിക്കണം. ഒരു ചായ്വ് പാടില്ല, പാർഷ്യാലിറ്റി ഇല്ലാത്തതായിരിക്കണം. An ideal review should give an overview of the book to the readers and an evaluation based on the reviewer's taste and experience. So here is the structure of a book review. We should have an introduction, body, summary and opinion.
in the first part, opening paragraph, it should grab the attention of the reader. It should, in the introduction, we should introduce the title, author, and a brief synopsis. Then we should set the tone of your review in your opening sentence. You can be slightly provocative. Its purpose is to introduce the work under review and to encourage the reader to read on. The body of the review will be a series of short paragraphs around 50 words in each. Here we have to state, did you like the book? If so, why or why not? Can you compare this to any other text? And these things have to be discussed in the body part. And in the concluding paragraph, we can summarize the reviewer's opinion and may offer a personal comment. Which can echo the introduction. What were the key points of the message from the book have to be mentioned in the summary part, and the total length of the review should be between 500 to 1000 words. It may depend on the publication and how many columns are allocated for a book review. And be sure to state the name of the author, title and subtitle, place of publication, publisher, date of publication, number of pages, the full ISBN. ISBN നമ്പറാണ്. ഒരു ബുക്കിൻ്റെ ഏറ്റവും ബാക്കിൽ ഒരു ബാർകോഡൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ISBN നമ്പർ ഉള്ളത്. യു ക്യാൻ സീ ISBN number in your text itself. In the back page we have an ISBN number. A very readable, informative and much loved columns were appeared in Hindu titled Print Peek, which introduces the new books. And there are many other journals and newspapers which publish book reviews. Next, moving on to film review. What is a film review? It's a short description of a film, and it is written to give a brief description and evaluation of a movie. It gives viewers someone's opinion and recommendation about whether or not they should watch a movie. And movie reviews can make or break a film's box office collection. നല്ലൊരു റിവ്യൂ ആണെങ്കിൽ ഷുവർ ആയിട്ടും ആൾക്കാർ അത് പോയി കാണും. സോ മിക്ക ആൾക്കാരും റിവ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് കാണണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. And if you write a new review for a newspaper, be honest about your opinion of the movie. Keep your word count in mind too, and your review should be specific and concise. When writing a review, consider who the intended audience is for the film. സോ ഒരു റിവ്യൂ എഴുതുമ്പോഴത്തേക്കും ഏതാണ് ആ ഒരു ഈ ഫിലിം ഏത് ഓഡിയൻസ്, ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈസ് ഇറ്റ് എ ഫാമിലി എൻ്റർടൈനർ ഓർ എ ചിൽഡ്രൻ മൂവി ഓർ സംതിങ് അതർ ദാൻ ദാറ്റ് ഓർ എ റൊമാൻറ്റിക് ഫാൻസി ലൈക്ക് ദാറ്റ്. So successful film review should consist in introduction, main body and the conclusion. So what are the steps to follow while writing a film review? First step is to watch the movie. Then make notes about your impressions of the movie. Be careful to maintain your objectivity. Don't be swayed by your preference or dislike for the director or a particular actor starring the movie. നമുക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത ഡയറക്ടറാണോ അതല്ലെങ്കിൽ നടന്മാരാണോ അതൊന്നും നോക്കരുത്. In the review, specify the successful or unsuccessful elements in the movie. സോ റിവ്യൂ എഴുതുമ്പോഴത്തേക്കും എന്തൊക്കെ രീതി കൊണ്ടാണ് ഈ മൂവി സക്സസ്ഫുൾ ആയത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് അൺസക്സസ്ഫുൾ ആയതെന്ന് മെൻഷൻ ചെയ്യണം. ലിസ്റ്റ് the name of the director, actors and other pertinent information. The first paragraph should include the name of the film, its stars, settings and genre. Write a short plot summary in your second paragraph, including the details that give your audience a brief glimpse of the film. Do not give away any plot twist or the climax. Discuss relevant parts of the movie. Include your opinions for the direction, script, actors and photography. A good film review uses scenes and dialogues to support its larger argument. Do not be too harsh in your criticism. Next is writing for magazines.
Newspaper articles convey facts, but magazine articles try to create an experience for their readers with descriptive vocabulary that evokes sensory images. Here the content is important as a style. So ഒരു മാഗസിൻ എഴുതുമ്പം സ്റ്റൈലിനോടൊപ്പം തന്നെ കണ്ടന്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. And the first question to ask is, who is the target audience? If you are a freelancer, then do identify the type of publication that will publish your article. It is important to target a specific audience. You should study the magazines you plan to write for and to know exactly who you are writing for. Choose a topic that you can cover with depth, detail and insight. നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക. ദെൻ ആഫ്റ്റർ ഡിസൈഡിങ് ദ ടോപ്പിക് യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് റിസർച്ച്. The next step is to work out which angle or perspective you will be writing the story from. Work out an angle. Read at least a dozen articles on similar topics. See what has not been written on it. Try to create your own perspective. Many magazine stories lend themselves to the how, why angles. Tell the readers where and when it is happening.